നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. ബൈക്കിൽ പോകുന്ന ഒരാൾക്ക് നേരെ ഒരു പുലി ചാടി വീഴുക. ഈ സംഭവം നടന്നത് മലപ്പുറം മമ്പാട്ടാണ്. മമ്പാട്ട് പുലിയുടെ ആക്രമണത്തിൽ ഒരാളിന് പരിക്കേറ്റു എന്നാണ് വാർത്ത. പൂക്കോടൻ മുഹമ്മദ് അലിക്കാണ് പരിക്കേറ്റത്. ബൈക്കിൽ സഞ്ചരിക്കവേ പുലി ഇദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീഴുകയായിരുന്നു. നമുക്ക് സിനിമയിലൊക്കെ കാണാൻ കഴിയുന്നത് പോലെയുള്ള സംഭവമാണിത്. വിപിൻ സി വിജയൻ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. വിപിൻ, ശരിക്കും ഇദ്ദേഹം ഏത് വഴി സഞ്ചരിക്കുമ്പോഴാണ് ഈ പുലിയുടെ ആക്രമണം അപ്രതീക്ഷിതമായി ഉണ്ടായത്? നമുക്ക് ഈ രാജപാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പുലി ചാടി വീഴും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പറയൂ. അതേ SKN പ്രധാന റോഡ്, അതായത് മമ്പാട് കോളേജിനടുത്തുള്ള റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് നേരെ പുലി ചാടിയത്. ഇങ്ങനെ പുലി ചാടിയ പുലിയുടെ നഖം കൊണ്ടാണ് പരിക്കേറ്റിരിക്കുന്നത്. കാലിനും തുടയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. പൂക്കോടൻ മുഹമ്മദ് അലിക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് പട്ടപ്പകലാണ് പുലിയുടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി രാവിലെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. ഈ സമയത്താണ് പുലി കുറുകെ ചാടുകയും അദ്ദേഹത്തിൻ്റെ തുടയ്ക്കും കാലിനും മാന്തിയ പാടുകളടക്കമുണ്ട്. അങ്ങനെ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള റബ്ബർ കാട്ടിലേക്ക് ഈ പുലി പോയി എന്നുള്ളതാണ് ഇപ്പോൾ മുഹമ്മദ് അലി പറയുകയും ചെയ്യുന്നത്. പരിക്ക് ഗുരുതരമല്ല, ഈ പുലി മാന്തിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ വനം വകുപ്പിൻ്റെ RRT സംഘങ്ങളൊക്കെ തിരിച്ചിട്ടുണ്ട്. പുലിയുടെ പാടുകൾ കാണുന്ന ചില ഫോട്ടോകളൊക്കെ നാട്ടുകാരെടുത്ത് ഇപ്പോൾ തന്നെ വനം വകുപ്പിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ മമ്പാട് എളമ്പുഴയിൽ പുലിയെ കണ്ടു എന്നുള്ളൊരു അഭ്യൂഹം നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് അവിടെ വനംവകുപ്പിന്റെ പരിശോധന നടത്തി. പക്ഷേ അതിലൊരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എത്തിയിരുന്നില്ല. ഇപ്പോഴതാ പുലിയുടെ ആക്രമണത്തിൽ തന്നെ പരിക്കേൽക്കുന്ന സ്ഥിതി കൂടി ഉണ്ടായിരിക്കുന്നു. ഗൗരവമുള്ള ഒരു സ്ഥിതിയിലേക്കാണ് മമ്പാട് ഈ പുലിയുടെ ആക്രമണം കൊണ്ടെത്തിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു.